പാഠം 270. മോഷണങ്ങൾ ഉണ്ടാകുന്നത്. ഭാമേ, ഞാനിന്ന് വരാൻ കുറച്ച് വൈകും. ഓഫീസിൽ കുറച്ച് അധികം ജോലികളുണ്ട്. വൈകിട്ട് ഓഫീസിൽ എന്ത് ജോലി? ഈ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്ന ഒരു സർക്കാർ സ്ഥാപനം തന്നെ അല്ലേ? അതല്ല ഭാമേ, പുതിയ ഹോമിയോ ആശുപത്രിക്ക് വേണ്ടി സ്ഥലം അക്യൂർ ചെയ്ത് ലിസ്റ്റ് അയക്കണം. ഇനിയാണ് അതിനുമേലുള്ള ജോലി. ഒരാഴ്ച കൊണ്ട് ആ പട്ടിക തയ്യാറാക്കി കൊടുക്കണം. എന്നിട്ട് വേണം ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കാൻ. 3 മാസത്തിനുള്ളിൽ സ്ഥലം ഏറ്റെടുത്ത് ആരോഗ്യവകുപ്പിന് കൈമാറണമെന്നാണ് സർക്കാർ നിർദ്ദേശം. മോഹനേട്ടാ, അതിന് വൈകിട്ട് ഓഫീസിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന എന്തിനാ? ബന്ധപ്പെട്ട ഫയലുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ ഇരുന്ന് ജോലി തീർത്തൂടെ? വേണമെങ്കിൽ ഞാനും സഹായിക്കാം. ഭാമേ, ഈ വില്ലേജ് ആഫീസ് എന്ന് പറയുന്നത് വക്കീൽ ആഫീസ് എന്ന് പറയും പോലെ ഒരു സ്വകാര്യ പെട്ടിക്കടയല്ല. അത് ഒരു സർക്കാർ ഓഫീസാണ്. അവിടെയുള്ള രേഖകൾ സർക്കാർ രേഖകളാണ്. അത് ഓരോരുത്തർക്കും തോന്നിയ പോലെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള അല്ല. മനസ്സിലായോ? സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ ഓഫീസർമാരെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. അതിലും വലുതൊന്നും അല്ലല്ലോ ഈ വില്ലേജ് ഓഫീസ്. സർക്കാർ രേഖകൾ സർക്കാർ ഓഫീസിൽ പൂട്ടി സൂക്ഷിക്കേണ്ടതാണ്. ഈ മോഹനകൃഷ്ണൻ വില്ലേജ് ഓഫീസർ ആയിരിക്കുമ്പോൾ അതിനുള്ളിലെ ഒരു ചെറിയ കടലാസ് പോലും പുറത്തു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ വരുമ്പോ 8 മണിയാകും. എട്ട് മണിവരെ ഓഫീസിലിരുന്ന വിശക്കില്ലേ? ഞാൻ ഉത്തമനെ വിളിച്ച് എന്തെങ്കിലും കൊടുത്തു വിടാം. വേണ്ട. 8 മണി വരെ ഒന്നും കഴിക്കാതിരിക്കുന്നത് കൊണ്ട് ഒരാൾ മരിച്ചു പോകുകയൊന്നുമില്ല. അത് മാത്രമല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഭക്ഷണത്തെക്കാൾ പ്രധാനമാണ് ജോലി. പക്ഷേ ഭക്ഷണം കഴിക്കാതെ ജോലി ചെയ്ത് സർക്കാർ ഉദ്യോഗസ്ഥൻ വിശന്ന് മരിച്ചു പോയാൽ നഷ്ടം സർക്കാരിനല്ലല്ലോ, എനിക്ക് മാത്രമല്ലേ? ഇത്തരം വില കുറഞ്ഞ തമാശകൾ ഞാൻ ശ്രദ്ധിക്കാറേയില്ല. ഓരോരോ വാശികള്. ആ ഫയലല്ല എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ ഭയങ്കര മര്യാദക്കാരനാണെന്ന് കാണിക്കാനുള്ള വാശി. ആയിക്കോട്ടെ. അത് വാശിയല്ല. സർക്കാർ ഫയലുകൾ സർക്കാർ രഹസ്യങ്ങളാണ്. അത് നിന്നെ പോലൊരു ഉണക്ക വക്കീലിനെ കാണിച്ചാൽ അത് രഹസ്യമല്ലല്ലോ, പത്രത്തിൽ പരസ്യം ചെയ്ത പോലെ ഇരിക്കും. സർക്കാർ രഹസ്യങ്ങളുടെ കാര്യത്തിൽ സ്വന്തം ഭാര്യമാരെ പോലും വിശ്വസിക്കാൻ പാടില്ല എന്ന് പഴയ തഹസിൽദാർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സാധാരണ ഭാര്യയല്ലല്ലോ, വിശ്വസിക്കാവുന്ന ഭാര്യയല്ലേ? നിന്നെ ഈ കാര്യത്തിൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഹലോ, അതെ, മോഹനേട്ടൻ ഇറങ്ങിയല്ലോ ശിശുപാലൻ ചേട്ടാ. ആ, ഓഫീസിലേക്ക് പോന്നേക്കുന്നേ. അയ്യോ, എപ്പോ? എന്നിട്ട്? ആ, ശരി ശരി. അത് കൊള്ളാലോ. വില്ലേജ് ഓഫീസ് കള്ളം കയറിയോ? അതെന്തിന്? മോഷ്ടിച്ചോണ്ട് പോവാൻ അതിൽ എന്തിരിക്കുന്നു? ഇത് ഭയങ്കര പ്രശ്നമാവും കാഞ്ചന സാറേ. വില്ലേജ് ഓഫീസിൽ കള്ളം കയറിയെന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കില്ല. വിശ്വസിക്കാതെ പിന്നെ? കള്ളം കയറി എന്നുള്ളത് സത്യമല്ലേ? എന്റെ കാഞ്ചന സാറേ, കാലം പഴയതല്ല. നാട്ടിലുള്ള മിക്കവാറും വില്ലേജ് ഓഫീസുകളിൽ മുടിഞ്ഞ അഴിമതി എന്നാ നാട്ടുകാർ പറയുന്നത്. തണ്ടപ്പേര് തിരുത്തിയതും വല്ലവന്റെയും ഭൂമി തോന്നിയവർക്കൊക്കെ പോക്കുവരിയത് കൊടുത്തതും പത്രത്തിൽ വായിച്ചില്ലേ? തിരുത്തിയ തണ്ടപ്പേര് രജിസ്റ്റർ ഹാജരാക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ടും 3 മാസമായിട്ട് നടന്നില്ല. തണ്ടപ്പേര് രജിസ്റ്റർ കാണാനില്ലെന്നാ സർക്കാർ കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രൊഫസറെ, ഇവിടെ കള്ളം കയറി എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ആദ്യം പറയുന്നത് ഏതോ രജിസ്റ്റർ ഒളിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ കള്ളക്കഥയെന്നാ. വെറുതെ ആളുകളുടെ ശ്രദ്ധ ഇങ്ങോട്ട് ആകർഷിക്കണോ? പക്ഷെ കള്ളം കയറിയ നിലയ്ക്ക് എന്താ ചെയ്യുക? എന്തായാലും മോനേഷൻ സാർ വരട്ടെ, എന്നിട്ട് ആലോചിക്കാം. സാറ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാ പറഞ്ഞ്. ഒന്ന് വിളിച്ചു ചോദിക്കാന്ന് വെച്ചാൽ കയ്യിൽ മൊബൈലും ഇല്ല. ദാ വരുന്നു സാറ്. എന്താ ഇതുപറ്റി എല്ലാരും ഓഫീസിന്റെ വരാന്തെന്ന് ചർച്ച ചെയ്യുന്നു? ഓഫീസിനകത്ത് ജോലിയൊന്നുമില്ലേ? സാറേ,
ഞാൻ സാറിന്റെ വീട്ടിൽ വിളിച്ചിരുന്നു. അപ്പൊ സാറ് ഇറങ്ങിയെന്ന് പറഞ്ഞു. എന്താ കാര്യം? നമ്മുടെ ആഫീസിൽ കള്ളം കയറി. കള്ളനോ? എവിടെ? ആളിവിടെ ഇരിക്കുകയാണോ? അവൻ ആവശ്യമുള്ള എടുത്തോണ്ട് പോയി കാണും. ഈശ്വര, എന്താ കൊണ്ടുപോയി? ഒന്നും അറിയില്ല സാറേ. ഞാൻ രാവിലെ വരുമ്പോ ദാ ഈ വാതിലിന്റെ പൂട്ട് തുറന്നിരിക്കുന്നു. താക്കോൽ ആകെ ഉള്ളത് എന്റെ കയ്യിലല്ലേ. എനിക്ക് സംശയം തോന്നി. വാതിൽ തള്ളിയപ്പോ തുറന്നു. എന്ത് പറ്റിയെന്നോർത്ത് ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാ എനിക്ക് അപകടം പിടികിട്ടിയ. മേശപ്പുറം എല്ലാം വാരി വെളിച്ചിട്ടിരിക്കുന്നു. എന്തോ തെരഞ്ഞാന്നുള്ളത് ഉറപ്പാണ്. എന്നിട്ട് പോലീസിനെ അറിയിക്കാത്ത ശിശുപാല? ഞാൻ ആലോചിച്ചത് സാർ, അത് റിസ്കാ. പോയതെന്താണെന്നറിയാതെ പോലീസിനെ അറിയിച്ചാൽ ഒടുവിൽ നമ്മളത് അടിച്ചു മാറ്റുന്നാവും പഴി. ഇപ്പോഴാകുമ്പോ നാട്ടുകാരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു മോഷണം നടന്നാൽ പോലീസിനെ അറിയിക്കണേ ശിശുപാല? അത് നിയമം. പക്ഷെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരേ ഒരു വില്ലേജ് ഓഫീസറാണ് സാറ്. ബാക്കിയുള്ളവർ അങ്ങനെയല്ല. അതുകൊണ്ട് സാറേ, കള്ളം കയറിയെന്ന് പുറത്തറിഞ്ഞാൽ ടി വിക്കാരും പത്രക്കാരും പറഞ്ഞു വരും. ഏതോ രേഖകൾ തിരിമറി നടത്തിയതാണെന്ന് വരും. സത്യസന്ധനായ സാർ ഒറ്റ നിമിഷം കൊണ്ട് മോശക്കാരനാവും. അത് വാസ്തവ സാറേ. ടിവിയിൽ പടമൊക്കെ വന്നാ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അതെ, ഞങ്ങൾ 2 പെണ്ണുങ്ങളെ എവിടത്തെ ജോലിക്കാര്. ചാനലുകാർക്ക് പെണ്ണുങ്ങളെ കണ്ടാ പിന്നെ കഥയുണ്ടാക്കാൻ വേറെ എന്ത് വേണം? ശിശുപാലൻ ചേട്ടൻ പറഞ്ഞതാ ശരി. ആദ്യം പോയതെന്താന്ന് കണ്ടുപിടിക്കാം, എന്നിട്ട് ആലോചിക്കാം പരാതിപ്പെടണോ വേണ്ടേന്ന്. സാർ വാ. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ സാർ, കാര്യമായിട്ട് എന്തോ തപ്പിയിട്ടുണ്ട്. എന്താണെന്ന് എങ്ങനെ അറിയും? കാശുവല്ലുണ്ടായിരുന്നു ഇവിടെ? സാറേ, ഇന്നലെ കരം പിരിഞ്ഞു വന്ന 1850 രൂപ ഇവിടെ വച്ചിട്ടാ ഞാൻ പോയത്. എന്നിട്ട് ആ പൈസ മുഴുവൻ ഇവിടെ ഉണ്ട്. അപ്പൊ പണം മോഷ്ടിക്കാനല്ല വന്നത്? അല്ല, വന്നവന്റെ ലക്ഷ്യം ഏതോ ഫയലാ. അതവൻ കൊണ്ടുപോയി കാണും. ഏത് ഫയലാന്ന് നമ്മൾ എങ്ങനെ അറിയും? അന്വേഷിക്കണം. ഇവിടെയുള്ള ഫയലുകൾക്ക് എണ്ണം ഉണ്ടല്ലോ. ഓരോന്നായി എണ്ണി തിട്ടപ്പെടുത്തി പരിശോധിക്കണം. എന്റെ സാറേ, മിനിമം 2 മണിക്കൂർ എടുക്കും. ഇവിടെ വരുന്ന ആൾക്കാരോട് നമ്മൾ എന്ത് പറയും? ആളുകളോട് വേറെന്തെങ്കിലും കാരണം പറയാം. ഇൻസ്പെക്ഷൻ ആണ്, അപേക്ഷ കൊടുക്കുന്നതും വാങ്ങുന്നതും ഉച്ച കഴിഞ്ഞേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ബോർഡ് എഴുതി തൂക്കണം. എന്നാലും ഇത്രയും ഫയലുകൾ നോക്കാന്ന് വെച്ചാൽ എനിക്ക് പോലീസിനെ വിളിക്കാം. അല്ലാതെ കാണാതെ പോയ ഫയലുകൾക്ക് സമാധാനം പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. കളവ് പോയ ഫയൽ എന്ന് കണ്ടുപിടിച്ചാൽ ആരാണ് കള്ളനെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോ നമ്മുടെ ജോലി എളുപ്പം. നോക്കി നിൽക്കാതെ തുടങ്ങി ശിശുപാല, തുടങ്ങ്. സ്വയംപ്രഭ വേഗമാവട്ടെ. ഈശ്വര, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് തൊടാത്ത ഫയലുകൾ വരെ ഇതിനകത്തുണ്ട്. ഇതിന്റെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ട ഫയലുകൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് ശരിയാ. തുടങ്ങാം കാഞ്ചന സാറേ. തഹസിൽദാരെ വിളിച്ച് പറഞ്ഞാലോ? പറഞ്ഞില്ലെങ്കിൽ ഒടുവിൽ ഞാൻ കുറ്റക്കാരനാവും. എല്ലാം വാരി വലിച്ചിട്ടോ അയാള്. ബഹുമാനപ്പെട്ട മോഹനകൃഷ്ണൻ സാറിന് എൻ്റെ പേര് രാമൻകുട്ടി. ഞാനാണ്
ഇന്നലെ രാത്രി വില്ലേജ് ഓഫീസിൽ കയറിയത്. ഇത് മുഴുവൻ വായിച്ചിട്ട് സാറ് പോലീസിനെ വിളിക്കാവൂ. എന്റെ ഗതികേട് കൊണ്ട് ഞാൻ ചെയ്തതാ. സർ, ഞാനൊരു പ്ലംബറാണ്. കുറെ കാലം ഞാൻ ഗൾഫിലായിരുന്നു. അതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇവിടെ വന്ന് ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. ലോൺ വേണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപേക്ഷയുമായി ഓഫീസിലെത്തി കാഞ്ചന സാറിന്റെ കയ്യിൽ അപേക്ഷ കൊടുത്തു. ശിശുപാലൻ സാറിനെയും കണ്ടു. സാറേ, എന്നെ ഓർമ്മയുണ്ടോ? രാമൻകുട്ടി. ഓ, രാമൻകുട്ടി, പ്ലംബർ രാമൻകുട്ടി. അതെ സാർ. നീ ഗൾഫിൽ നിന്ന് എപ്പോ വന്നു? ഓ, ഗൾഫിൽ ഒന്നും വലിയ രക്ഷയൊന്നുമില്ല സാറേ. ഇവിടെ എന്തെങ്കിലും പരിപാടി തുടങ്ങാന്ന് വെച്ചു. ഒരു ലോണിന് അപേക്ഷ കൊടുത്തു. പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോ അപേക്ഷ കൊടുത്തോ? കാഞ്ചന എന്ന് പറയുന്ന ഒരു സാറാ അപേക്ഷ വാങ്ങിയത്. 3 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞാൽ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ പോയിട്ടേ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വാ. ഓ, പിന്നെ ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്നതല്ലേ, കാണേണ്ട രീതിയിൽ കാണണം. ശിശുപാലൻ സാറ് തമാശ പറഞ്ഞാലെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. 3 ദിവസം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഞാൻ എത്തിയ ദിവസം കാഞ്ചന സാറും ശിശുപാലൻ സാറും കൂടി എന്നെ കളിയാക്കി വിട്ടു. രാമൻകുട്ടി പൊസിഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷ തന്നിരുന്നു എന്നുള്ളത് നേരാ. പക്ഷെ ആ അപേക്ഷ ഇവിടെ കാണാനില്ല. ഇത്രയും ഫയലുകളെല്ലാം ഓഫീസല്ലേ, എവിടെയെങ്കിലും വിട്ടുപോയി കാണും. ഇങ്ങനെ സ്ഥിരം സംഭവിക്കുന്ന രാമൻകുട്ടി. എത്ര പേരുടെ അപേക്ഷയാ ഓരോ വഴിക്ക് പോകുന്നതെന്ന് അറിയാമോ? ഞാൻ ഒരു അപേക്ഷ കൂടി തരാം സാറേ. അപേക്ഷ തന്നാ മാത്രം പോരാ, അതിന്റെ കൂടെ ആധാരത്തിന്റെ ഒറിജിനൽ കാണിക്കുകയും വേണം. ആധാരത്തിന്റെ ഒറിജിനൽ എന്റെ കയ്യിൽ ഇല്ല സാറേ. അത് വക്കീലിന്റെ കയ്യിൽ ഇരിക്കുക. വക്കീലാണെങ്കിൽ സ്ഥലത്തില്ല താനും. ആധാരത്തിന്റെ ഒറിജിനൽ കാണാതെ എങ്ങനെയാ രാമൻകുട്ടി? ആധാരത്തിന്റെ ഒറിജിനൽ സാർ ഒരു പ്രാവശ്യം കണ്ടതല്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആധാരത്തിന്റെ ഒറിജിനൽ കണ്ടില്ലെങ്കിൽ രാമൻകുട്ടി തന്ന പകർപ്പ് ഇതിൽ നിന്ന് തപ്പിയെടുക്കണം. എന്തായാലും 2 ആഴ്ച പിടിക്കും. 2 ആഴ്ചയോ? രാമൻകുട്ടി, നീ ആയതുകൊണ്ടാ 2 ആഴ്ച. സാധാരണ 2 മാസം എന്നാ പറയാറ്. ഫയലുകളൊക്കെ തപ്പി എടുക്കണ്ടേ രാമൻകുട്ടി? സമയം എടുക്കും. കുറച്ചു ദിവസം കഴിഞ്ഞ് വഴിയിൽ വെച്ച് വീണ്ടും ഞാൻ ശിശുപാലൻ സാറിനെ കണ്ടു. അപ്പോഴും ശിശുപാലൻ സാറ് പഴയ പല്ലവി തന്നെ പറഞ്ഞു. ശിശുപാലൻ സാറേ, ശിശുപാലൻ സാറേ, ശിശുപാലൻ സാറേ നിൽക്ക്. സാറേ, എന്റെ കാര്യം എന്തായി സാറേ? രാമൻകുട്ടി, ഓരോ പ്രാവശ്യം ഞാൻ നിന്നോട് പറയുന്നതാ, നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങളുടെ കിടപ്പെന്ന്. വില്ലേജ് ഓഫീസിൽ ഓരോ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിൻ്റെതായ രീതിയില്ലേ? എന്ത് രീതിയാ സാറേ? ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റിന് ഇത്രയും പാടുണ്ടോ? സാർ ഒന്ന് മനസ്സ് വെച്ചാൽ 5 മിനിറ്റ് കൊണ്ട് നടക്കില്ലേ? നടക്കും. പക്ഷെ ഒറിജിനൽ ആധാരം കാണാതെ എങ്ങനെ സർട്ടിഫിക്കറ്റ് എഴുതും? ഒറിജിനൽ ആധാരം അന്ന് കാണിച്ചാണല്ലോ സാറേ. അതിന്റെ പകർപ്പ് കാഞ്ചന സാർ വാങ്ങിക്കുകയും ചെയ്തു. ആ പകർപ്പ് കാണാനില്ലെന്നല്ലേ കാഞ്ചന സാർ പറയുന്നത്? പകർപ്പില്ലാതെ എങ്ങനെ സർട്ടിഫിക്കറ്റ് എഴുതും? പകർപ്പ് വേറെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞാണല്ലോ സാറേ. പക്ഷേ കാഞ്ചന സാർ കണ്ട് ബോധിച്ച പകർപ്പ് തന്നെ വേണം. ഇല്ലെങ്കിൽ ഒറിജിനൽ ഒന്നുകൂടെ കാണിക്കേണ്ടി വരും. ഒറിജിനൽ ബാങ്കിൽ പണയത്തില്ല സാറേ. അപ്പൊ പിന്നെ പഴയ പകർപ്പ് തപ്പിയെടുത്തേ പറ്റൂ. രാമൻകുട്ടി, നമ്മുടെ വില്ലേജ് ഓഫീസിലെ കാര്യം നിനക്കറിയാലോ. 10,000 പുസ്തകക്കെട്ടുണ്ട് അവിടെ. അതിനിടയിൽ നിന്ന് നിന്റെ പകർപ്പ് തപ്പിയെടുക്കണമെങ്കിൽ ചില്ലറ സമയം മതിയോ? പോയിട്ടേ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വാ. ഞാൻ വിട്ടില്ല. സ്ഥിരമായി വില്ലേജ് ഓഫീസിൽ വരാൻ തുടങ്ങി. എന്നെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടാണെങ്കിലും സർട്ടിഫിക്കറ്റ് തരുമെന്നാണ് ഞാൻ കരുതിയത്. ആഹാ, നീ ഇപ്പൊ മുഴുവൻ സമയം ഇവിടെയാണോ രാമൻകുട്ടി?
നിന്നോട് ഒരു 1000 വട്ടം ഞാൻ പറഞ്ഞതാ ഇതിന്റെ ഇടയിൽ നിന്ന് ഒരു പകർപ്പ് തപ്പിയെടുക്കണമെങ്കിൽ കുറെ സമയം എടുക്കുമെന്ന്. ഞങ്ങൾക്ക് 100 കൂട്ടം കാര്യങ്ങൾ വേറെ ഉണ്ട്. ഒരു കടലാസ് തപ്പിയെടുക്കാൻ എന്തിനാ സാറേ ഇത്രയും സമയം എടുക്കുന്നത്? സാറൊന്ന് മനസ്സ് വെച്ചാ. രാമൻകുട്ടി, 10-20 ദിവസമായില്ലേ നീ ആ പൊസിഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഇവിടെ കയറി ഇറങ്ങുന്നത്? ഇതേവരെ ഒന്നും നടന്നില്ല. ഇത്രയൊക്കെ ആയിട്ട് കുഴപ്പം എവിടെയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല സാർ. ഇതേ ഒരു സർക്കാർ ഓഫീസാ. സർക്കാർ ഓഫീസിലെ കടലാസുകൾ നീങ്ങണമെങ്കിൽ അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അതിന് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? സാറ് കൈക്കൂലിയുടെ കാര്യമാണോ പറയുന്നത്? പതുക്കെ. ഇതൊരു സർക്കാർ ഓഫീസാണ്. ഇതിന്റെ പരിസരത്ത് നിന്ന് കൈക്കൂലി എന്നല്ല കൈ എന്ന് പോലും പറയാൻ പാടില്ല. നിനക്ക് വേണ്ടി ആ കടലാസ് തപ്പിയെടുക്കാൻ ഞങ്ങൾ സഹിക്കുന്ന കഷ്ടപ്പാടിന് പകരമായി ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് അത് കൈക്കൂലിയായിട്ട് കണക്കാക്കണ്ട. അതങ്ങ് മുടക്കിക്കൂടെ? ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, സ്വയംപ്രഭ സാറിനും കാഞ്ചന സാറിനും കൂടി വേണ്ടിയാ. പിന്നെ നീ വേറെ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഒരു പങ്ക് മോഹനേഷ സാറിനും കൊടുക്കണം. മോഹൻ സാറിനോ? സാർ കൈക്കൂലി വാങ്ങത്തില്ല. അത് നാട്ടുകാരുടെ മുന്നിൽ എല്ലാ വില്ലേജ് ഓഫീസർമാരും ഇങ്ങനെ ഞങ്ങൾ കീഴുദ്യോഗസ്ഥരെ കൊണ്ട് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കും. എന്നിട്ട് അവർക്ക് വേണ്ടത് അവരങ്ങെടുക്കും. നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ മോശക്കാർ. അതാ അതിൻ്റെ ഒരു രീതി. അപ്പൊ എങ്ങനെ? നീ ഒരു ചെറിയ തുക മുടക്കുന്നോ? കൈക്കൂലി ഞാൻ തരില്ല. എങ്കിൽ നിന്റെ പകർപ്പ് തപ്പാൻ എനിക്ക് നേരവുമില്ല. ആ കടലാസ് കൂട്ടത്തിൽ നിന്ന് 1 മാസം തപ്പിയാലും അത് കിട്ടില്ല. കൈ നനയാതെ മീൻ പിടുത്തം നടക്കില്ല രാമൻകുട്ടി. അതോടെ എനിക്ക് വാശിയായി. ആഫീസിൽ ഞാൻ കൊണ്ടുവന്ന ഒരു കടലാസ് തപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ശിശുപാലൻ സാറിനെ ശരിക്കൊന്ന് ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് ഞാൻ കരുതി. അങ്ങനെയാണ് ഇന്നലെ രാത്രി പൂട്ട് തുറന്ന് അകത്ത് കയറിയത്. ഈശ്വരൻ സത്യമായിട്ടും ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ഇപ്പോ ശിശുപാലൻ സാറ് ഫയലുകൾ തപ്പി മടുത്ത് കാണുമെന്ന് എനിക്കറിയാം. അത്രേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ ചെയ്തത് തെറ്റായി പോയെങ്കിൽ ഇനി സാറിന് പോലീസിനെ വിളിക്കാം. സ്വന്തം രാമൻകുട്ടി. ഈ രാമൻകുട്ടി ആള് കൊള്ളാലോ. ശിശുപാല, ഏത് ഫയലാ പോയെന്ന് വല്ല ഊഹമുണ്ടോ? ഇതുവരെ തപ്പിയതൊക്കെ ഇവിടെ ഉണ്ട് സാർ. ഓ, അതുപോട്ടെ. ശിശുപാലിന് ഒരു പ്ലംബർ രാമൻകുട്ടി അറിയാമോ? പ്ലംബർ രാമൻകുട്ടിയെ അറിയാം സാർ. അവൻ പണ്ട് ഗൾഫിലായിരുന്നു. ഇപ്പൊ ഇവിടെ എന്തോ ബിസിനസ് തുടങ്ങാൻ പോവുക. അയാള് ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ തന്നിരുന്നു. തന്നു സാർ. എന്നിട്ട് ആ അപേക്ഷ ഇതുവരെ ഞാൻ കണ്ടില്ലല്ലോ. അത് മറന്നുപോയതായിരിക്കും സാർ. അങ്ങനെ മറക്കാൻ പാടുണ്ടോ ശിശുപാല? എന്റെ സാറ് ഇപ്പൊ അതാണോ വലിയ പ്രശ്നം? ആദ്യം കള്ളം കയറി എന്തിനാണെന്ന് നോക്കട്ടെ, ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞല്ല, ആദ്യം രാമൻകുട്ടിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിലെ അപേക്ഷയ്ക്കാണ് പരിഹാരം കാണേണ്ടത്. കാഞ്ചന അപേക്ഷ നോക്കിയതല്ലേ? അതെ സാർ. അപ്പോ സർട്ടിഫിക്കറ്റ് എഴുതി ശിശുപാലിന്റെ കയ്യിൽ കൊടുത്തുവിട്. ഞാൻ ഒപ്പിടാം. സാർ, രാമൻകുട്ടിയുടെ സർട്ടിഫിക്കറ്റ് സാർ ഒപ്പിട്ടാ മതി. അവിടെ വെച്ചേക്കൂ.
സാറിന് ഈ രാമൻകുട്ടി എങ്ങനെ പരിചയം? ഞാൻ നാട്ടുകാരറിയാതെ ശിശുപാലനെ കൊണ്ട് കൈക്കൂലി വാങ്ങിപ്പിക്കുന്ന ഒരാളാണല്ലോ. നിങ്ങൾ പിരിക്കുന്നതിനൊരു പങ്ക് എനിക്കുമാണല്ലോ. വില്ലേജ് ഓഫീസിൽ കിട്ടിയ ഒരു അപേക്ഷ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ ശിശുപാല? അത് കാണാനില്ലെന്ന് പറഞ്ഞ് ആ അപേക്ഷകനെ ചുറ്റിക്കുന്നത് എവിടത്തെ മര്യാദയാണ്? അല്ല അല്ല രാമൻകുട്ടി ഞാൻ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇന്നലെ രാത്രി വില്ലേജ് ഓഫീസിനകത്ത് കയറിയത് രാമൻകുട്ടിയാണ്. രാമൻകുട്ടിയോ? അതെ, ശിശുപാലിനെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി. ഈ കത്തിലെല്ലാം ഉണ്ട്, കൊണ്ടുപോയി വായിച്ചു നോക്ക്. സാർ, രാമൻകുട്ടി അങ്ങനെ വെറുതെ വിടരുത്. സർക്കാർ ഓഫീസിൽ രാത്രി ഒളിച്ചു കയറുക എന്ന് വെച്ചാൽ നമ്മൾ പോലീസിൽ പരാതിപ്പെടണം സാർ. രാമൻകുട്ടി പോലുള്ളവർ അകത്തായാലേ വില്ലേജ് ഓഫീസിനെ പറ്റി നാട്ടുകാർക്ക് ഒരു മതിപ്പുണ്ടാവും. നമുക്ക് പോലീസിൽ പരാതിപ്പെടാം. ആ, പോലീസ് രാമൻകുട്ടിയെ പിടിക്കുകയും ചെയ്യും. വേണം സാർ. പക്ഷേ ശിശുപാലൻ കൈക്കൂലി ചോദിച്ച കാര്യം രാമൻകുട്ടി പോലീസിനോട് പറയും. അപ്പോഴോ ഒരു സാധാരണ പൗരനെ ദ്രോഹിച്ചതും പോരാ, ഇനി അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും വേണം. ഞാൻ സമ്മതിക്കില്ല. രാമൻകുട്ടി അകത്തായ ശിശുപാലനും അകത്താവും, ശിശുപാലന്റെ ജോലിയും പോവും. വേണ്ട സാർ. അപ്പൊ പോയി ഫയലൊക്കെ എടുത്ത് അടക്കി വെക്കേ. എന്തായാലും എനിക്ക് രാമൻകുട്ടി അങ്ങ് ഇഷ്ടപ്പെട്ടു. ആണുങ്ങളായാൽ ഇങ്ങനെ വേണം. ശിശുപാലൻ ചേട്ടനെ പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താൻ ഇത്തരം രാമൻകുട്ടിമാര് വിചാരിച്ചാലേ നടക്കുള്ളൂ. എന്തായാലും കേട്ടപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി ഭാമേ. ഏതെങ്കിലും അത്യാവശ്യമുള്ള ഫയലുകൾ കാണാതെ പോയിരുന്നെങ്കിലോ? ഞാൻ സമാധാനം പറയേണ്ടി വരില്ലായിരുന്നോ? രാമൻകുട്ടിയെ പോലീസിൽ ഏൽപ്പിക്കണമെന്ന് ശിശുപാലൻ പറഞ്ഞതാ. ഞാൻ പറഞ്ഞു നടക്കില്ലെന്ന്. പറഞ്ഞു വരുമ്പോ ആദ്യം തെറ്റിയത് ശിശുപാലനാണല്ലോ. എന്തായാലും എന്റെ വില്ലേജ് ഓഫീസർ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയല്ലേ. ഞാൻ കടുപ്പത്തിലൊരു ചായ തരാം, പേടി അങ്ങ് മാറട്ടെ. രാവിലെ നീ സർക്കാർ ഫയൽ വീട്ടിൽ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ പറ്റില്ല എന്ന്. അതൊക്കെ സർക്കാർ രഹസ്യങ്ങളാണെന്ന്. ഇന്നാണ് എനിക്ക് മനസ്സിലായത് വില്ലേജ് ഓഫീസിനേക്കാൾ സുരക്ഷിതം വീടാണെന്ന്. അതുകൊണ്ട് ഞാൻ തഹസിൽദാരെ വിളിച്ച് അനുവാദം ചോദിച്ചിട്ട് ഹോമിയോ ആശുപത്രിയുടെ അക്വിസിഷനുള്ള ഫയല് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇന്ന് രാത്രി നമ്മൾ രണ്ടുപേരുടെ മെനക്കെട്ട് അത് എഴുതിത്തീർക്കുന്നു. അയ്യോ, സർക്കാർ ഫയലുകൾ ഞാൻ കാണാൻ പാടുണ്ടോ? അപ്പോ സർക്കാർ രഹസ്യം പുറത്താവില്ലേ? നീ കണ്ടുകൊണ്ട് എന്തുണ്ടാവനാ? നീ ഒരു രഹസ്യം ആരോടും പറയില്ലെന്ന് എനിക്കറിയില്ലേ? ഇങ്ങനെയല്ലല്ലോ രാവിലെ പറഞ്ഞത്. ഇതിപ്പോ രാവിലെ അല്ലല്ലോ, വൈകുന്നേരമായില്ലേ? അപ്പൊ അത് പറയാം. മോഷണം നിശ്ചയമായും കുറ്റകരമായ ഒരു കാര്യമാണ്. പക്ഷെ സ്വാഭാവികമായി ലഭിക്കേണ്ട നീതി ലഭിക്കാതെ വരുമ്പോൾ അതിനോടുള്ള പ്രതിഷേധം എന്ന നിലയിൽ ഒരു മോഷണം നടന്നാൽ നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കും? കായംകുളം കൊച്ചുണ്ണിയുടെ പാരമ്പര്യമുള്ള നാടാണ്. ഒരു രാമൻകുട്ടിക്ക് കൂടി ഇവിടെ സാധ്യതയുണ്ടെന്ന് കണ്ട്